പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞെട്ടുന്ന അതിശയപ്പെട്ടു പോകുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറയാം. വിമാനത്താവളം കണ്ടിട്ടുണ്ടല്ലോ. ഒരു വിമാനത്താവളം, രാജ്യത്തെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിൽ 2 റൺവേ ഉണ്ട്. ഈ രണ്ടാമത്തെ റൺവേക്ക് വിമാനങ്ങൾ ഇറങ്ങുന്നതിന് തടസ്സമുണ്ടാക്കുമാറ് ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? മോസ്ക്, മുസ്ലിം പള്ളി, മസ്ജിദ്. എവിടെയാണ് സംഭവം? കൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ രണ്ടാമത്തെ റൺവേയിൽ ഗൗരിപൂർ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ബാംഗ്ര മോസ്ക്, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം, ചിത്രങ്ങൾ ഞാൻ കാണിക്കാം. അത് സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ രണ്ടാമത്തെ റൺവേയോട് ചേർന്ന് വിമാനത്താവള കോംപ്ലക്സിലിരിക്കുകയാണ്. 3 മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ആ വിമാനത്താവളത്തിനകത്തിരിക്കുന്ന റൺവേയോട് ചേർന്നിരിക്കുന്ന മോസ്ക്, അപകടകരമായിരിക്കുന്ന മോസ്കിനെ കുറിച്ച് ആരും മിണ്ടിയിട്ടില്ല. മതേതരം തകർന്നു പോകുമെന്നുള്ള ഭീഷണി കൊണ്ട് ഈ രാജ്യത്തെ ഒരു മാധ്യമവും പറഞ്ഞിട്ടില്ല. അതായത് ഒരു വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ നിന്ന് അതിൻ്റെ മിനിമം 240 മീറ്ററിലേക്ക് ഉള്ളിൽ ഒരു നിർമ്മിതിയും പാടില്ല എന്നാണ് നിയമം. പക്ഷേ റൺവേയിൽ നിന്ന് വെറും 150 മീറ്ററിലാണ് വിമാനത്താവളത്തിനകത്ത് ഈ മോസ്ക് ഇരിക്കുന്നത്. ഈ മോസ്കിലേക്ക് എല്ലാ ദിവസവും 10-60 പേര് വരുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഒരു 200 പേര് വരും. നോക്കൂ, വിമാനത്താവളത്തിലേക്ക് നിർബാധം ആളുകൾ കയറിപ്പോവുകയാണ്. എന്ത് സുരക്ഷയാണുള്ളത്? അപ്പോൾ ഇത് 2003 അന്നത്തെ കേന്ദ്രമന്ത്രി ഷാനവാസ് ഹുസൈൻ, CPMൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യൻ തമ്മിലൊരു ചർച്ച നടന്നു. കാരണം ഇതിനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര വിമാന ഗതാഗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ടല്ലോ. അവർ പറഞ്ഞു ഇത് ശരിയല്ല. കാരണം ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കൃത്യ റൺവേയിൽ നിന്ന് കുറച്ച് മാറിയൊക്കെ ഇറങ്ങിപ്പോയാൽ നേരെ പോയി മോസ്കിലിടിക്കും, 100 കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കും. അതുകൊണ്ട് ഇത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ CPMൻ്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും കൂടെ തീരുമാനമെടുത്തൊരു കാര്യം ചെയ്യാം, നമുക്ക് റൺവേ ഒരു 88 മീറ്റർ അങ്ങ് വളയ്ക്കാം. റൺവേ വളച്ചു. റൺവേ അങ്ങനെ വളയ്ക്കാൻ പാടില്ലാത്തതാണ്. അത് കൂടുതലാണ്. റൺവേ വളച്ചു. അങ്ങനെയാണ് ഈ മോസ്ക് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം മമതാ ബാനർജി വന്നപ്പോഴും ഈ പ്രശ്നം വന്നു. മമതയുടെ അടുത്ത് പറഞ്ഞു, പ്രിയൻ ചോദിച്ച പോലെ, ഇങ്ങനെ ആളുകളൊക്കെ എയർപോർട്ടിനകത്തൂടെ കയറി ഇറങ്ങിപ്പോയാൽ സുരക്ഷയെ ബാധിക്കത്തില്ലേ? എല്ലാവരും മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ കൂട്ടത്തിലാണ് തീവ്രവാദികളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവരെ പരിശോധിച്ചിട്ടൊക്കെയാണ് കയറ്റിവിടുന്നു പറയാറുണ്ട്. അപ്പോൾ മമത പറഞ്ഞൊരു കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവർ പുറത്തുനിന്ന് വന്ന് വിമാനത്താവളത്തിനകത്ത് കയറി മോസ്കിൽ പോയി നിസ്കരിച്ചിട്ടാണല്ലോ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, അവർക്ക് സഞ്ചരിക്കാനായിട്ട് സൗജന്യമായിട്ട് പോകാനായിട്ട് ബസ് സർവീസ് ഏർപ്പെടുത്താം. അങ്ങനെ വിമാനത്താവളത്തിൻ്റെ പുറത്തുനിന്ന് മമതാ ബാനർജി ബസ് സർവീസ് ആരംഭിച്ചു. അങ്ങനെ ആ ബസ് ഇവരെ പള്ളിയിൽ പോകേണ്ട ആളുകളെയും മോസ്കിൽ പോകേണ്ട ആളുകളെയും കൂട്ടിക്കൊണ്ട് നേരെ വിമാനത്താവളത്തിനകത്തോട്ട് പോകും. അവരെ നിസ്കരിപ്പിക്കും, എന്നിട്ട് തിരിച്ച് സൗജന്യമായി കൊണ്ടിറക്കും. അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രാജ്യത്ത് കൽക്കത്ത എന്ന് പറയുന്ന നഗരത്തിൽ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എന്നുള്ള വകുപ്പ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് നിയമം പാസ്സാക്കിയാലും കാശ്മീരിന് ബാധകമായിരുന്നില്ല. അത് കാശ്മീർ നിയമസഭ കൂടി അംഗീകരിക്കണമായിരുന്നു. അവർക്ക് വേറെ ദേശീയ ഗാനമായിരുന്നു, ദേശീയ പതാകയായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ ഉയർത്താൻ സമ്മതിക്കില്ലായിരുന്നു. എന്തിന്? നമ്മൾ ഈ രാജ്യം മുഴുവൻ നമ്മുടെയാണെന്ന് പറയുമ്പോൾ കാശ്മീരികളല്ലാത്തവർക്ക് കാശ്മീരിൽ പോയി ഭൂമി വാങ്ങാൻ പറ്റില്ലായിരുന്നു. അവിടെ ജോലിക്ക് കാശ്മീർ സർവീസിൽ ജോലി കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തുണ്ട്. അത് 370 വകുപ്പ് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നപ്പോഴാണ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി. എന്നിട്ടും കൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ രണ്ടാമത്തെ റൺവേയിൽ ഇപ്പോഴും ഇരിക്കുന്നു ഒരു മുസ്ലിം പള്ളി. ആ രാജ്യത്ത് ആരെങ്കിലും പ്രിയരാദ്യം കേൾക്കുമല്ലേ? ഒരാളും പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്നലെ സുവേന്ദു അധികാരി തീരുമാനിച്ചു പൊളിച്ചു കളയാൻ പോവുക. റൺവേയിൽ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ മോസ്കോ റൺവേയുടെ തൊട്ടടുത്തോ പൊളിക്കണം. ഇന്നലെ മസ്ജിദ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വ്യോമ ഗതാഗതത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. പലതരത്തിലുള്ള പല സുരക്ഷാ ആസ്പെക്റ്റുണ്ട്. പൊളിച്ചു മാറ്റുന്നു. അതോ ഞാൻ ചെയ്യണോ? പൊളിച്ചുകൊണ്ടിരിക്കുക ഒരറ്റം മുതൽ.
ഇപ്പോൾ കൽക്കത്തയിലെ പല തെരുവുകളും ക്ലീനാക്കി, അനധികൃത കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക. റെയിൽവേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗാളിൻ്റെ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൊക്കെ ആളുകൾ താമസിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. റെയിൽവേയുടെ ഭൂമി കൈയേറിയിട്ട് 10-30 വർഷമായിട്ട് താമസിക്കുക. കുടിവെള്ളമുണ്ട്, കറണ്ടുണ്ട്, എല്ലാം ഉണ്ട്, റേഷൻ കാർഡൊക്കെ ഉണ്ട്. അത് എന്നോടൊരാൾ പറഞ്ഞു, അതായത് റെയിൽവേ ഇങ്ങനെ ഒരു സ്ഥലം മണ്ണടിച്ച് പൊക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു സുപ്രഭാതത്തിൽ 100 കണക്കിന് ആളുകൾ വന്ന് അവിടെ കുടിലിട്ട് താമസിക്കുക. ഇപ്പോഴും റെയിൽവേയുടെ ആ പ്രദേശം മുഴുവൻ ആരുടെ കയ്യിലാണ്? ഇങ്ങനെ വന്നിരിക്കുന്ന ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരായ മുസ്ലിമുകളുടെ കയ്യിലാണ്. ബംഗാളിലെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളും ഇങ്ങനെ കയ്യേറിയിരിക്കുക. ഈ പണ്ട് എയർപോർട്ട് ഇതിനോട് ചേർന്നുള്ള പ്രദേശം ഒരു ബാരൻ ലാൻഡാണ് ആയിരുന്നു. പിന്നീടാണ് വിമാനത്താവളത്തിൻ്റെ ഭാഗമായി ചേർത്തത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ എറണാകുളത്ത് പോലും പലയിടത്തും ഉണ്ട് ആരാധനാലയങ്ങൾ. റോഡ് വൈഡൻ ചെയ്യുമ്പോൾ വീതി കൂട്ടുമ്പോഴൊക്കെ ആരാധനാലയം ഉണ്ടെങ്കിൽ അവർ മാറ്റി കൊടുക്കും, റോഡ് വീതി കൂട്ടില്ല. ഇടുക്കി അണക്കെട്ട് കെട്ടിയത് ഒരു അയ്യപ്പൻ്റെ കോവിൽ ക്ഷേത്രം അതിനകത്താണ്. അണക്കെട്ടിൽ വെള്ളം പറ്റുമ്പോൾ കാണാം. പക്ഷേ ഇവർ പറഞ്ഞു ഞങ്ങളുടെ പള്ളി ഇവിടെ തന്നെ ഇരിക്കും, മാറ്റൂല. കാരണം സർക്കാരിനെല്ലാം അവർക്ക് അനുകൂലമായിരുന്നു. CPM-ൻ്റെ സർക്കാർ റൺവേ വളച്ചു കൊടുത്തു. മമത എന്ത് ചെയ്തു? വിമാനം വിട്ടുകൊടുത്തു. സുവേന്ദു ഇപ്പോൾ പറഞ്ഞു ബസ് വിട്ടുകൊടുത്തു. ഇപ്പോൾ സുവേന്ദു അധികാരി പറയുന്നു ഈ റൺവേ ശരിയാക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയോ, ഇവിടെ എയർബസ് A380 പോലുള്ള വിമാനങ്ങളിൽ രണ്ടാമത്തെ റൺവേ ഇറക്കാൻ പറ്റില്ല. കാരണം അത് ചിലപ്പം ഒരു അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാനും മീറ്ററുകൾ മാറിയ ഈ മസ്ജിദിൽ പോയിരിക്കും. അതിവേഗത്തിൽ വരുന്ന വിമാനമില്ല. കാരണം അവരെ സംബന്ധിച്ച് അത്രയും കാഫറുകളെ കൊല്ലാൻ പറ്റുമല്ലോ എന്നുള്ള കണക്ക് കൂട്ടുന്നുണ്ടായിരിക്കും. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരു വിമാനത്താവളം പോലെയുള്ള വികസന പദ്ധതി വന്നിട്ട് പോലും ഞങ്ങൾ മാറ്റില്ല, നിങ്ങൾ മാറ്റണ്ട, അവിടെ തന്നെ ഇരുന്നു എന്ന് പറയുന്നതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ, പണ്ട് കോൺഗ്രസിൻ്റെയും പിന്നെ ഇടതുപക്ഷത്തിൻ്റെയും പിന്നെ മമതയുടെയും ലൈൻ. ഇപ്പോൾ 3 മന്ത്രിമാരുടെ കാലത്ത് ഈ മസ്ജിദ് അവിടെ ഇരുന്നു. ആ മസ്ജിദിന് ഓർമ്മചിത്രമാകാൻ പോവുകയാണ്. സുവേന്ദു പറഞ്ഞു പൊളിച്ചു മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, നമ്മൾ ഇപ്പോൾ കേരളത്തിലൊക്കെ സുവേന്ദുവിൻ്റെ വാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ മുക്കാൽ മീഡിയയൊക്കെ ഭയങ്കര കഥയാണ്. അവിടെ മനോരമയും പറയുന്ന ആക്രമം, ഏഷ്യാനെറ്റും പറയുന്ന ആക്രമം, മുസ്ലിങ്ങളുടെ പൊളിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, ഇത് വിമാനത്താവളങ്ങളിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഇപ്പോൾ ലക്നൗവിലെ ചാർബാഗ് റെയിൽവേ സ്റ്റേഷൻ, അവരുടെ പ്ലാറ്റ്ഫോം, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഖാമർ പീർ ദർഗ എന്ന് പറയുന്ന ഒരു ദർഗ പ്ലാറ്റ്ഫോം, 1ാമത്തെ പ്ലാറ്റ്ഫോം ഇരിപ്പുണ്ട്. ചാർബാഗ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. നിങ്ങൾ എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, കോഴിക്കോടൊക്കെ റെയിൽവേ പ്ലാറ്റ്ഫോം കാണുന്നില്ലേ? പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിന് പുറത്തൊരു മോസ്കും ഉണ്ട്. ഇനി പ്രയാഗ്രാജ്, സാക്ഷാൽ പ്രയാഗ്രാജ് പ്ലാറ്റ്ഫോമിലുണ്ടെന്നേ ഒരു മോസ്ക്. വാരണാസി, കാശി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് മസർ എന്നത് ശവകുടീരമാണ്. ശവകുടീരങ്ങളും റെയിൽവേ ട്രാക്കിൽ ശവം അടക്കിയിട്ട് ശവകുടീരം പച്ച പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് റെയിൽവേ ട്രാക്കിൽ. ഇനി പശ്ചിമ ബംഗാളിലെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ എപ്പോഴെങ്കിലും പോയിട്ടുള്ളവർക്ക് അറിയാം. ഹൗറ റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഒരു മോസ്ക്. ദില്ലിയിലെ ഇവിടുത്തെ ട്രെയിൻ ഉണ്ടല്ലോ, ഹസ്രത്ത് നിസാമുദ്ദീൻ, പേര് തന്നെ അതാണ്. അവിടെ റെയിൽവേ ട്രാക്കിൽ പള്ളികളും മസറുകളുമുണ്ട്, ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലത്ത്. ഇനി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1, അത് അവിടെ ഉണ്ട്, മസ്ജിദുണ്ട്. ഇനി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ചെല്ലുക, ലോകമാന്യത്തിലേക്ക് ടെർമിനസിൽ, മഹാരാഷ്ട്രയിൽ അവിടെയുണ്ട് മോസ്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ, റെയിൽവേ ഭൂമിയിൽ. ഇനി ഗുജറാത്തിൽ, BJP ഭരിക്കുന്നത് ഗുജറാത്താണ്. ഈ സംസ്ഥാനങ്ങളൊക്കെ BJP ഭരിക്കുന്നത്, മധ്യപ്രദേശ് ഒഴികെ. അഹമ്മദാബാദ് കലുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ, സിദ്ദി ബഷീർ മോസ്ക് എന്ന് പറഞ്ഞ മോസ്ക് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ ഹൈദരാബാദ് നാംപള്ളി സ്റ്റേഷനിലുണ്ട് മോസ്ക്. ഇന്ത്യൻ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ, റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ എത്രയോ കാലമായിട്ടിരിക്കുന്നു. ഇത് പൊളിക്കാൻ സമ്മതിക്കില്ല. BJP വന്നിട്ട് പൊളിക്കാൻ സമ്മതിക്കില്ല. പൊളിച്ചു കഴിഞ്ഞാൽ കലാപം ഉണ്ടാവും എന്ന് പറഞ്ഞ് BJP സർക്കാരുകൾ പോലും ഭയപ്പെട്ട് നിൽക്കുകയാണ് പലയിടത്തും. അപ്പോഴാണ് റെയിൽവേ നമ്മൾ കേൾക്കുന്നത് വിമാനത്താവളത്തിലുണ്ട് എന്ത് പള്ളി, മോസ്ക്. എങ്ങനെയുണ്ട് നമ്മുടെ രാജ്യം? ഇത് ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രത്തിലാണെന്ന് ഓർക്കണേ. ഹിന്ദുക്കൾ എന്ത് സാധുക്കളാണല്ലേ. അവൻ്റെ നെഞ്ചത്ത് വന്ന് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഹിന്ദുവിന് പ്രശ്നമല്ല. കാരണം ഹിന്ദുവിൻ്റെ ഒരു അസുഖമുണ്ട്. എന്താ അസുഖം അറിയാം?
മതേതര രോഗം. കറാച്ചിയിൽ കടൽ തീരത്തോട് ചേർന്നിട്ട് ഒരു വായുദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അത് പൊതു ശൗചാലയമായിട്ടാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ കക്കൂസ് കുത്തിയിട്ടുണ്ട്. അമ്പലങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് കക്കൂസ് കുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഇത് നമ്മളിത് പറഞ്ഞാണ്ടല്ലോ മതേതരം, നമ്മൾ വർഗീയത പറയാമെന്ന് പറയും. ഇതിൻ്റെ താഴെ വന്ന് നമ്മൾ വർഗീയത പറയുകയാണെന്ന് പോസ്റ്റ് ഇടുന്ന ആളുകൾ ഉറപ്പായും ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളൊന്ന് ഇതിൻ്റെ കമൻസ് വായിക്കണം. ഉറപ്പായും ഞങ്ങൾ വർഗീയവാദികളാണെന്ന് പറയുന്നത് ഇത് കണക്ക് നമ്മൾ ഡാറ്റ വെച്ച് പറയുകയാണ്. എന്നാൽ പിന്നെ ഈ സുവേന്ദു അധികാരി ഈ മോസ്ക് പൊളിക്കുന്നതിനെക്കുറിച്ച് അവിടെ അധികൃതർ വളരെ മാന്യമായിട്ടാണ് അവരെ വിളിച്ചു വരുത്തിയിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇത് ബംഗാറ മോസ്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, അത് മാറ്റണം. അപ്പോൾ ഞങ്ങൾ 3 മുഖ്യമന്ത്രിമാർ വന്നിട്ടുണ്ട്, ഇയാൾക്ക് മാത്രം എന്താ പൊളിക്കേണ്ടത്? ഇതാണിപ്പോൾ ചോദ്യം വരാൻ പാടുള്ളത്. ബംഗാറ മോസ്ക് പൊളിക്കുമ്പോൾ ബംഗാളിൽ മുസ്ലിങ്ങളുടെ മോസ്ക് പൊളിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാവും. എയർപോർട്ടിനകത്ത് മോസ്ക് ആണോ? പക്ഷേ അതിന് വേറെ സ്ഥലം അനുവദിച്ച് ചേർത്ത് വേറെ പള്ളി മിക്കവാറും സർക്കാർ തന്നെ എടുത്ത് കൊടുക്കും. അത് വിട്ടെ, എന്തു ആട്ടെ, അതിൻ്റെ കാര്യമൊന്നുമില്ല. എന്ത് കാര്യത്തിന് പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ്, എല്ലാവരുടെയും കൂടിയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പശ്ചിമബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഓരോ ചിത്രങ്ങൾ ഓരോ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യില്ല. റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ ലൈവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യ ലൈവിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യണം? ഞങ്ങൾ ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ കാണണം, നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. ഒപ്പം ഞങ്ങളെ സഹായിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.